ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിംഗ് സാൻഡ് എന്ന ടോപ്പിക്കാണ്. ഇത് 4-5 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 മാർക്സിന് ചോദിക്കത്തില്ല, 4 or 5 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിംഗ് സാൻഡ് എന്ന്. അതായത് നമ്മൾ സാധാരണ കാണുന്ന സാൻഡിനെ മൗൾഡിംഗ് സാൻഡായിട്ട് യൂസ് ചെയ്യാനൊക്കത്തില്ല. അതായത് മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാൻഡിനെ മാത്രമേ നമുക്ക് മൗൾഡിംഗ് പ്രോസസ്സ്, അതായത് മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മുടെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഉപയോഗിച്ചുള്ള മൗൾഡ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള സാൻഡ് ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പം കടപ്പുറം ഏരിയയിലുള്ള ആ കടലിൻ്റെ ഭാഗത്തുള്ള മണൽ ഉപയോഗിച്ചും നമുക്ക് ഈ മൗൾഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള സാൻഡ്, ഈ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാൻഡ് മാത്രമേ നമുക്ക് ഈ മൗൾഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ആ പ്രോപ്പർട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ആ ഭാഗങ്ങളിൽ കാണുന്ന ചില പ്രദേശങ്ങളിൽ ഈ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള പെർഫെക്റ്റായിട്ട് ആ പ്രോപ്പർട്ടീസ് ഉള്ള സാൻഡ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സാൻഡ്, അങ്ങനത്തെ സാൻഡ് കാണപ്പെടുന്ന ആ ഏരിയയിൽ തന്നെ ഈ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് ഫാക്ടറീസൊക്കെ അവിടെ ഉണ്ട്. ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കാനുള്ള ഒരുപാട് ഫാക്ടറീസൊക്കെ ഈ ആലപ്പുഴ ചില പ്രദേശങ്ങളിലുണ്ട്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളുടെ മണ്ണിന് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയൊക്കെ നടത്തുന്ന അതിൻ്റെ അടുത്തു നിന്നുള്ള ആ ഫാക്ടറി നിൽക്കുന്ന ആ സ്ഥലത്തെ മണ്ണ് ഉപയോഗിച്ച് തന്നെ അവർക്ക് മൗൾഡിംഗ് പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കും. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ള സാൻഡാണ് ആ ചില ഏരിയയിൽ, ആലപ്പുഴയിലുള്ള ചില ഏരിയയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഈ മൗൾഡിംഗ് സാൻഡിന് വേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ചില അഡിറ്റീവ്സും കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സാധാരണ സാൻഡിൽ തന്നെ ഒബ്റ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് സാധാരണ കാണുന്ന സാൻഡിൽ തന്നെ കുറച്ച് കെമിക്കൽസും അഡിറ്റീവ്സൊക്കെ ആഡ് ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്ത് അത് മൗൾഡിംഗ് സാൻഡായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതിൻ്റെ എന്തൊക്കെ അഡിറ്റീവ്സാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കെമിക്കൽസാണ് ആഡ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ്, എന്തൊക്കെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ മൗൾഡിംഗ് സാൻഡായിട്ട് ഉപയോഗിക്കുന്ന സാൻഡിനുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഡിറ്റീവ്സും കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വേണമെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന സാൻഡും മൗൾഡിംഗ് സാൻഡായിട്ട് യൂസ് ചെയ്യാനാകും. പക്ഷേ സാധാരണ യൂസ് ചെയ്യാറില്ല. കാരണം ഇങ്ങനെ ഈ അഡിറ്റീവ്സും കെമിക്കൽസൊക്കെ ആഡ് ചെയ്യുന്നതിനെ കുറച്ച് ലിമിറ്റുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ മൗൾഡിംഗ് സാൻഡിന് വേണ്ടി സ്പെഷ്യലി ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാൻഡാണ് ഈ മൗൾഡിംഗ് പർപ്പസിന് വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒരു 6-7 എണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സൈഡിലും അടുത്ത സൈഡിലുമായിട്ട് ഒരു 6-7 എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 4-5 മാർക്സിന് ചോദിക്കുമ്പം 1-2 സെൻറ്റൻസ് വീതം ഓരോ പ്രോപ്പർട്ടീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യത്തത് പോറോസിറ്റി അല്ലെങ്കിൽ പെർമബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതെന്ന് പറയുന്നത് ആ ഗ്യാസസ് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കണം. അതായത് നമ്മൾ മോൾട്ടൺ മെറ്റലാണ് ഈ മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് അത് ഇവിടെ വന്ന് വീണ് ഇവിടെ നിന്ന് ഈ ഗേറ്റ് എന്ന് പറയുന്ന പാസേജ് വഴിയാണ് മൗൾഡ് എന്നറിയുന്നത്. അപ്പോൾ ഇങ്ങനെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് വളരെ ഹൈ ടെമ്പറേച്ചറാണ് മോൾട്ടൺ മെറ്റൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസസ് അതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഹോട്ടായിട്ടുള്ള മോൾട്ടൺ മെറ്റലാണല്ലോ, അതിൽ നിന്ന് വളരെ ഹോട്ട് ഗ്യാസസ് ഇങ്ങനെ പുറത്തോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. അത് പുറത്തോട്ട് പോകാനായിട്ട് റൈസർ എന്ന് പറയുന്ന അതുവഴി ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതല്ലാതെ തന്നെ ഈ സാൻഡ്, ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാൻഡിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ ഗ്യാസസ് എസ്കേപ്പ് ചെയ്യണം. അതിന് വേണ്ടിയാണ് വെൻറ്റ് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. വെൻറ്റ് ഹോൾസ് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇവിടെ നിന്ന് ഈ മൗളിൽ നിന്ന് വെൻറ്റ് ഹോൾസ് വരെ ആ ഗ്യാസ് എത്തണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഈ സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഗ്യാസ് പാസ് ചെയ്ത് വെൻറ്റ് ഹോൾസ് വരെ എത്തി വെൻറ്റ് ഹോൾസിൽ കൂടെയൊക്കെ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഈ മൗളിൽ നിന്ന് വെൻറ്റ് ഹോൾസ് വരെ എത്തണമെങ്കിൽ തന്നെ സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെ ഈ ഗ്യാസസ് പുറത്തോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അങ്ങനെ പോകാൻ സാധിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് ഈ പോറോസിറ്റി അല്ലെങ്കിൽ പെർമബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോപ്പർട്ടി ദാറ്റ് അലോസ് പാസേജ് ഓഫ് ഗ്യാസസ് ത്രൂ ദി മൗൾഡ്. അതായത് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആ ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കാണും. സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതുവഴി ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ സാൻഡ് പാർട്ടിക്കിൾസ് വളരെ ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഗ്യാസിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഗ്യാസിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അത് ഈ കാസ്റ്റിങ്ങിൻ്റെ അകത്ത്, ഈ മൗൾഡിൻ്റെ അകത്തുള്ള ആ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്തോട്ട് ചിലപ്പം ഗ്യാസ് പെട്ടുപോയെന്നിരിക്കും. അതായത് കാസ്റ്റിങ്ങിൻ്റെ അകത്തായിരിക്കും ആ ഗ്യാസ് പെട്ടുപോകുന്നത്. അപ്പോൾ അതൊരു ഡിഫക്റ്റ് ആയിട്ടൊക്കെ മാറും. അപ്പോൾ അത് തടയാനായിട്ട് ഗ്യാസ് പുറത്തേക്ക് തന്നെ എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിന് സ്പേസ് ഈ സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലൊക്കെ വേണം. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് പോറോസിറ്റി അല്ലെങ്കിൽ പെർമേബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ
ഒരു തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് കോഹസീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒന്ന് അടുപ്പിച്ച് ചേർന്നിരിക്കണം, അത് തമ്മിലൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം ഇങ്ങനെ ചേർന്നിരിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് കൊഹസീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം അഡ്ഹസീവ്നെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ സാൻഡ് പാർട്ടിക്കിൾസും, അതായത് മൗൾഡിങ് സാൻഡും ഈ മൗൾഡിങ് ഫ്ലാസ്കുമായിട്ട് ചേർന്ന് പറ്റിപ്പിടിച്ച് ചേർന്നിരിക്കണം. അതിന് ആ ഒരു പ്രോപ്പർട്ടിയാണ് അഡ്ഹസീവ്നെസ് എന്ന് പറയുന്നത്. ഈ മൗൾഡിങ് സാൻഡും മൗൾഡിങ് ബോക്സും കൂടെ ഒന്ന് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പാറ്റേൺ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ പാറ്റേൺ ഇൻവേർട്ട് ചെയ്ത് വെച്ചു, മൗൾഡിങ് ഫ്ലാസ്ക് ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ സാൻഡ് ഫില്ല് ചെയ്യുന്നത്. ഈ ഡ്രാഗ് എന്ന് പറയുന്ന പാർട്ടിൽ സാൻഡ് ഫില്ല് ചെയ്യുന്നത്, ആദ്യം ഡ്രാഗ് എന്ന് പറയുന്ന പാർട്ടിലായിരിക്കും സാൻഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ടാണ് സാൻഡ് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ മൗൾഡിങ് ഫ്ലാസ്കിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് നേരെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും. എന്നിട്ടായിരിക്കും ഈ രണ്ടാമത്തെ മുകളിലുള്ള ഫ്ലാസ്കൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്യുന്ന സമയത്തൊന്നും സാൻഡ് ഈ മൗൾഡ് ഫ്ലാസ്കിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ മൗൾഡ് ഫ്ലാസ്കിൽ തന്നെ ഈ സാൻഡ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യണം, അങ്ങനെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ റീറ്റെയിൻ ചെയ്യണം. ഈ ഫ്ലാസ്ക് എടുത്ത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് ഫ്ലാസ്കിനെയും കൂടി എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും, മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഈ ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ച് ദൂരത്തേക്ക് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ച് ദൂരത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴൊക്കെ ഈ സാൻഡ് ഈ ഫ്ലാസ്കിൽ നിന്ന് താഴോട്ട് വീഴാൻ പാടില്ല. അങ്ങനെ എല്ലാം വീണു പോയാൽ ഈ മൗൾഡ് എല്ലാം കൂടെ അങ്ങ് താഴെ വീണങ്ങ് പൊട്ടിപ്പോകും. അങ്ങനെ വീഴാൻ പാടില്ല. ഈ സാൻഡ് പാർട്ടിക്കിൾസ് ഈ സാൻഡും ഈ മൗൾഡും എല്ലാം കൂടെ ഈ ഫ്ലാസ്കിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ആ പ്രോപ്പർട്ടിയാണ് അഡ്ഹസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് മൗൾഡിങ് സാൻഡും മൗൾഡിങ് ബോക്സും കൂടെ അത് സ്റ്റിക്കായിട്ടിരിക്കണം, അതായത് പറ്റിച്ചേർന്നിരിക്കണം. അപ്പോൾ അതിനെയാണ് അഡ്ഹസീവ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മൗൾഡിങ് ബോക്സിനെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എടുത്ത് മാറ്റാനൊക്കെ പറ്റും. അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ മൗൾഡിങ് സാൻഡ് എല്ലാം കൂടെ തറയിൽ വീഴാൻ പാടില്ല, കാരണം അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കണം. എന്നാൽ മാത്രമല്ല നമുക്കൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഈ സാൻഡ് പാർട്ടിക്കിൾസും മൗൾഡിങ് ബോക്സും കൂടെ ചേർന്നിരിക്കുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് അഡ്ഹസീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാൻഡ് ഉപയോഗിച്ച് ഈ സാൻഡ് ഇതിൻ്റെ അകത്ത് പാറ്റേൺ കാണും. ആ പാറ്റേൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പ് അത് റീറ്റെയിൻ ചെയ്യണം. ആ ഷേപ്പിനെയാണ് മൗൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടാക്കുന്ന പാറ്റേൺ വെച്ചിട്ടായിരിക്കും ഈ മൗൾഡിൻ്റെ ഷേപ്പ്, ഈ ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ആ പാറ്റേൺ അങ്ങ് റിമൂവ് ചെയ്യും. പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴും ഈ ഷേപ്പ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണം. അല്ലാതെ പാറ്റേൺ റിമൂവ് ചെയ്ത ഉടനെ ഈ മൗൾഡ് അങ്ങ് തല്ലി പൊടിഞ്ഞ് അങ്ങ് വീഴാൻ പാടില്ല. ആ പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴും ഈ മൗൾഡിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണം. ആ റീറ്റെയിൻ ചെയ്യുന്ന ആ കേപ്പബിലിറ്റിയാണ് പ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എബിലിറ്റി ഓഫ് എ സാൻഡ് ടു അക്വയർ ഷേപ്പ് ഫ്രം ദി പാറ്റേൺ ദാറ്റ് ഈസ് മൗൾഡഡ് ആൻഡ് റീറ്റെയിൻഡ് ഇറ്റ് ഡ്യൂറിങ് കാസ്റ്റിംഗ്. അപ്പം പാറ്റേൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ മൗൾഡിൻ്റെ ഷേപ്പ് ഇതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണം. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് അത് ഈ ഗേറ്റ് എന്ന് പറഞ്ഞ പാസേജ് വഴി മൗൾഡ് നിറയപ്പോഴെല്ലാം ഈ മൗൾഡിൻ്റെ ഈ ഒരു ക്യാവിറ്റി, ആ ഷേപ്പ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണം. അങ്ങനെ റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മോൾട്ടൺ മെറ്റൽ ഇതിൽ വന്ന് നിറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഈ മൗൾഡ് എല്ലാം കൂടെ പൊളിഞ്ഞ് വീഴാൻ പാടില്ല. ഈ ക്യാവിറ്റി അതുപോലെ തന്നെ ഈ ഷേപ്പിൽ തന്നെ നിലനിൽക്കണം. ആ പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അടുത്ത ഒരു 3 പ്രോപ്പർട്ടീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്ലോയബിലിറ്റി, ആദ്യത്തെ ഫ്ലോയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഫ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൗൾഡിങ് സാൻഡ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുമ്പം ഈ പാറ്റേണിൻ്റെ എല്ലാ സെക്ഷനിലോട്ട്, എല്ലാ സർഫസിലോട്ട്, എല്ലാ കോർണറിലോട്ട് ചെല്ലും. ഇതിപ്പം ചെറിയ സിമ്പിളായിട്ടുള്ള പാറ്റേൺ എന്ന് പറയും. പക്ഷേ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ ആ ഷേപ്പിൻ്റെ, ആ പാറ്റേണിൻ്റെ എല്ലാ എഡ്ജസിലോട്ടും എല്ലാ സർഫസിലോട്ടും ആ സാൻഡ് എത്തണം. ഈ മൗൾഡിങ് ബോക്സിൻ്റെ എല്ലാ കോർണേഴ്സിലോട്ടും സാൻഡ് എത്തണം. യൂണിഫോം ഡെൻസിറ്റിയിൽ സാൻഡ് എത്തണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. അതായത് എല്ലാം വളരെ ഈസി ആയിട്ട് സാൻഡ് എല്ലാ സെക്ഷനിലോട്ടും എല്ലാ പാർട്ടിലോട്ടും ഫ്ലോ ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഫ്ലോയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എബിലിറ്റി ടു ഫ്ലോ ഇൻ ടു ഡീപ്പർ സെക്ഷൻസ് ഓഫ് ദി പാറ്റേൺ ആൻഡ് ആൾ പോർഷൻസ് ഓഫ് ദി മൗൾഡിംഗ് ബോക്സ്. മൗൾഡിംഗ് ബോക്സിൻ്റെ എല്ലാ കോർണറിലോട്ടും എല്ലാ സെക്ഷനിലോട്ടും അതുപോലെ തന്നെ പാറ്റേണിൻ്റെ എല്ലാ പോർഷനിലോട്ടും ഈ മൗൾഡിംഗ് സാൻഡ് ഈസി ആയിട്ട് എത്തണം, ഈസി ആയിട്ട് ഫ്ലോ ചെയ്തെത്തണം. അപ്പോൾ അതിനെയാണ് ഫ്ലോയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളതാണ് അടുത്ത പ്രോപ്പർട്ടിയാണ് കൊളാപ്സിബിലിറ്റി എന്ന് പറയുന്നത്. കൊളാപ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഈ മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ച് ഇതിൻ്റെ അകത്ത് നിറയുന്നു, ഇതിൻ്റെ അകത്ത് മോൾട്ടൺ മെറ്റൽ കൊണ്ട് നിറയുന്നു, എന്നിട്ട് അതിനെ തണുക്കാൻ വയ്ക്കുന്നു, സോൾഡിഫൈ ചെയ്യാൻ വയ്ക്കുന്നു. സോൾഡിഫൈ ചെയ്തതിന് ശേഷം ഈ സാൻഡ് മൗൾഡിനെ തല്ലി പൊട്ടിച്ചാണ് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നത്. അതാണ് കാസ്റ്റിംഗ്, ഈ സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഈ മൗൾഡ് എന്ന് പറയുന്ന ഈ ഒരു മൊത്തം ഏരിയയെ തല്ലി പൊട്ടിച്ച് പൊളന്നാണ് ഈ അതിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തല്ലിപ്പൊടിച്ചെടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് പൊടിഞ്ഞങ്ങ് പോകണം, ഈസി ആയിട്ട് പൊളിഞ്ഞ് ഈസി ആയിട്ട് ആ കാസ്റ്റിങ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കണം. അതായത് ഈ മൗൾഡ് ഈസി ആയിട്ട് കൊളാപ്സ് ആവണം.
അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി പെട്ടെന്ന് ഒന്ന് തട്ടി 2-3 തട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പൊട്ടി ഇങ്ങനെ പൊളന്ന് ആ കാസ്റ്റിംഗ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് കൊളാപ്സിബിലിറ്റി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഫ് ദ സാൻഡ് ദാറ്റ് പെർമിറ്റ്സ് ഇറ്റ് ടു കൊളാപ്സ് ഓർ ബ്രേക്ക് ഈസിലി ഡ്യൂറിങ് ഇറ്റ്സ് നോക്ക് ഔട്ട് ഫ്രം ദി കാസ്റ്റിംഗ്. അതായത് കാസ്റ്റിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിൽ ഒഴിച്ച് ഈ മൗൾഡ് നിറഞ്ഞ് അത് സോളിഡിഫൈ ചെയ്യാൻ വച്ചിട്ട് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാനായിട്ട് ഈ സാൻഡ് മൗൾഡിനെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ച് എടുക്കാനായിട്ട് ബ്രേക്ക് ചെയ്ത് കൊളാപ്സ് ചെയ്ത് പെട്ടെന്ന് പൊട്ടിച്ച് എടുക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ പൊട്ടിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് പോലെ ഈ സാൻഡ് പാർട്ടിക്കിൾസ് മൗൾഡിങ്ങനെ നിൽക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്നും തട്ടുമ്പോൾ തന്നെ അതങ്ങ് പൊളിഞ്ഞ് ഈസി ആയിട്ട് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാൻ സാധിക്കണം. ആ ഈസി ആയിട്ട് പൊളിഞ്ഞു പോകുന്ന ആ പ്രോപ്പർട്ടിയാണ് കൊളാപ്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമ്മളിവിടെ മോൾട്ടൺ മെറ്റൽ ഈ സ്ക്രൂ വഴി ഒഴിച്ചു കൊടുക്കുന്നു. അത് ഗേറ്റ് എന്ന് പറയുന്ന പാസേജ് വഴി ഈ മൗൾഡിലേക്ക് എത്തുന്നു. അങ്ങനെ മൗൾഡ് കാവിറ്റി എന്ന് പറഞ്ഞാൽ സാൻഡ് കൊണ്ടാണ് ഈ പോർഷനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും മോൾട്ടൺ മെറ്റൽ. മേ ബി 1000 അല്ലെങ്കിൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആ മോൾട്ടൺ മെറ്റലുള്ളത്. ആ മോൾട്ടൺ മെറ്റൽ ഈ സാൻഡ് പാർട്ടിക്കിൾസുമായിട്ട് ടച്ച് ചെയ്ത് വരുമ്പം സാൻഡ് പാർട്ടിക്കിൾസ് ഉരുകി പോകാൻ പാടില്ല, മെൽറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അതായത് സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. അല്ലാതെ ഈ മോൾട്ടൺ മെറ്റൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ സാൻഡ് പാർട്ടിക്കിൾസ് അങ്ങ് പെട്ടെന്ന് ഉരുകി പോകാൻ പാടില്ല. അതായത് വളരെ ഹൈ ടെമ്പറേച്ചർ, മോൾട്ടൺ മെറ്റലിൻ്റെ വളരെ ഹൈ ടെമ്പറേച്ചറും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സാൻഡ് വേണം മൗൾഡിങ് സാൻഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോപ്പർട്ടിയാണ് റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് മൗൾഡിങ് സാൻഡ് ടു വിസ്റ്റാൻഡ് ദി ഹീറ്റ് ഓഫ് ദി മോൾട്ടൺ മെറ്റൽ വിത്തൗട്ട് ഫ്യൂഷൻ. അത് ഫ്യൂസായി പോവാതെ ഈ മോൾട്ടൺ മെറ്റൽ വന്ന് വീഴുമ്പം സാൻഡും കൂടെ ഫ്യൂസായി പോവാതെ, സാൻഡും കൂടെ ഉരുകി പോവാതെ അത് സാൻഡ് പാർട്ടിക്കിൾസ് സെയിം ഇത് റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതായത് ഹൈ ഹീറ്റ്, അതിൻ്റെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സാൻഡ് പാർട്ടിക്കിൾസിന് വേണം. ആ പ്രോപ്പർട്ടിയാണ് റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത്. അല്ലാതെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത ഉടനെ സാൻഡ് പാർട്ടിക്കിൾസും കൂടെ ഉരുകി പോകുന്ന രീതിയിലുള്ള സാൻഡ് ഉപയോഗിച്ചല്ല ഈ മൗൾഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡിങ് സാൻഡ് അല്ലെങ്കിൽ മൗൾഡിങ് ക്യാവിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനെയാണ് റീഫ്രാക്ടറിനെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇനിയും പ്രോപ്പർട്ടീസ് ഉണ്ട്, 3-4 പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് സാധാരണ 4-5 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓരോന്നിനെ പറ്റി 1-2 പോയിൻറ്റ്സ് വെച്ച് വീതം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിങ് സാൻഡ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ള ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ള സാൻഡിനെയാണ് ഈ മൗൾഡിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അഡിറ്റീവ്സും കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടീസൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീഫ്രാക്ടറിനെസ്, ഒരു സാൻഡിൻ്റെ റീഫ്രാക്ടറിനെസ് കൂട്ടണമെങ്കിൽ ഗ്രാഫൈറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഹീറ്റ് അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കും. അതായത് റീഫ്രാക്ടറിനെസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കും. അങ്ങനെ ഓരോ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിറ്റീവ്സോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ മൗൾഡിങ് സാൻഡിലേക്ക്. അപ്പോൾ അതിനെയാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിങ് സാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പ്രോപ്പർട്ടീസ് ഓഫ് മൗൾഡിങ് സാൻഡ് എന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എത്രയുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇനി ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാനുള്ളൂ. ഈ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു പോർഷനും കൂടെ പഠിക്കാനുള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.